അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും വിതരണ ശൃംഖലകളും യുവതലമുറയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ വലിയ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. തൂഫാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൊടുങ്കാറ്റ് എന്നാണ്. ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോൾ അതിൻ്റെ വഴിയിലുള്ളതെല്ലാം, അത് കടന്നു പോകുന്ന വഴിയിലുള്ള സകല കാര്യങ്ങളെയും തകർത്തെറിയുന്നത് പോലെ ലഹരി മാഫിയയുടെ അടിവേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. 2026 ജൂൺ 2 ആരംഭിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി കേരളമൊട്ടാകെ വ്യാപക പരിശോധനകളും റെയ്ഡുകളും നിരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, വിതരണക്കാരെയും കടത്തുകാരെയും പിന്നിലുള്ള സകല സാമ്പത്തിക ശൃംഖലകളെയും കണ്ടെത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ ദൗത്യത്തിൻ്റെ ഫലങ്ങളും ഇതിനോടകം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 100 കണക്കിന് ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് മേധാവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ലഹരിയുടെ പ്രധാന ഉറവിടങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലും ഈ ഓപ്പറേഷനിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളം ഇന്ന് ലഹരിക്കെതിരെ തൂഫാൻ ആരംഭിച്ചിരിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ പരിശുദ്ധ ഇസ്ലാം അതിലും ശക്തമായ ഒരു തൂഫാൻ ഉയർത്തിയിരുന്നു. അന്നത്തെ അറേബ്യൻ സമൂഹത്തിൽ മദ്യം ഒരു സാധാരണ പാനീയം മാത്രമായിരുന്നില്ല. അത് സംസ്കാരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും വ്യാപാരത്തിൻ്റെയും ഭാഗമായിരുന്നു. അത്തരമൊരു സമൂഹത്തോടാണ് അള്ളാഹു പ്രഖ്യാപിച്ചത്: യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യത്തെയും ലഹരിയെയും പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ആയത്തായിരുന്നു ഇത്. ഈ ആയത്ത് ആ കാലഘട്ടത്ത് അവതരിപ്പിച്ചപ്പോൾ മദീനയിലെ തെരുവുകളിലൂടെ മദ്യമൊഴുകി എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം നിയമത്തിൻ്റെ ഭയത്താലല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയോടുള്ള അനുസരണ കാരണമാണ് അവർ ലഹരി ഉപേക്ഷിച്ചത്. ഇന്ന് കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാൻ ലഹരി കച്ചവടക്കാരെ പിടികൂടാനും വിതരണ ശൃംഖലകൾ തകർക്കാനും ശ്രമിക്കുന്നുണ്ട്. അത് വളരെ നല്ലതും അനിവാര്യവുമായ ഒരു ദൗത്യമാണ്, ഒരു കാര്യമാണ്. പക്ഷേ നിയമത്തിന് മനുഷ്യൻ്റെ കൈ പിടിക്കാൻ കഴിയും, എന്നാൽ ഹൃദയം മാറ്റാൻ കഴിയില്ല. പോലീസ് ലഹരി പിടിച്ചെടുക്കും, എന്നാൽ ലഹരിയിലേക്കുള്ള ആഗ്രഹം ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിയാൻ കഴിയുക വിശ്വാസത്തിനും അള്ളാഹുവിലുള്ള ഭയത്തിനും മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ തൂഫാൻ ഒരു നിയമ നടപടി മാത്രമായിരുന്നില്ല, അത് മനുഷ്യൻ്റെ ഉള്ളു മാറ്റിമറിച്ച ഒരു ആത്മീയ വിപ്ലവമായിരുന്നു. കേരളത്തിലെ തൂഫാൻ സമൂഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തൂഫാൻ മനുഷ്യനെയും സമൂഹത്തെയും പരലോകത്തെയും ഒരുപോലെ രക്ഷിക്കുന്ന ദിവ്യ ദൗത്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മയക്കുമരുന്നുകളിൽ നിന്നും മദ്യത്തിൽ നിന്നും നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.